അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8 തിങ്കളാഴ്ച. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ഓർഡിനറി സർവീസുകളിൽ ജൂൺ 15 മുതൽ നടപ്പാക്കും. 100 ദിവസത്തിനു ശേഷം മറ്റു ബസ്സുകളിലും നടപ്പാക്കുന്നത് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി. ഓർഡിനറി ബസ്സുകളിൽ ഉണ്ടാകുന്ന 712 കോടി രൂപയുടെ വരുമാന നഷ്ടം സർക്കാർ ഏറ്റെടുക്കുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. ടെഹ്റാൻ ഉൾപ്പെടെ 3 ഇറാനിയൻ നഗരങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം. ടെഹ്റാൻ, തബ്രിസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ലഭ്യമായ യാത്രാമാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഫിലിപ്പീൻസിലെ മിന്ദനാവോ ദ്വീപിൽ ശക്തമായ ഭൂകമ്പം. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. എത്ര പേർ മരിച്ചെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. റിക്ടർ സ്കെയിലിൽ 8.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ആഴത്തിലാണ്. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, തായ്വാൻ, പലാവു, പാപ്പുവ ന്യൂഗിനി തുടങ്ങിയ രാജ്യങ്ങളിലെ തീരപ്രദേശങ്ങളിൽ പസഫിക് സുനാമി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ചത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി തോമസിന്റെ നിയമനത്തിൽ യാതൊരുവിധ നിയമപ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും രാജി അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ കാട്ടാനാക്രമണത്തിൽ 36കാരി കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയമ്മാളാണ് മരിച്ചത്. പരിക്കേറ്റ 11കാരനായ മകൻ രക്ഷകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങി. മാരിയുടെ മകന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുന്നതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ ചോദ്യം ചെയ്യലിന് തൊട്ടുമുന്നേ DYFI ഭാരവാഹിത്വം ഒഴിഞ്ഞ് വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ ബ്ലോക്ക് കമ്മിറ്റി അംഗമായി തുടരും. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നുവെന്ന അതിജീവിതയുടെ പുനരന്വേഷണ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറി. ഇതോടെ ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് CMRL കോടതിയിൽ. അപേക്ഷയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി ഇന്നു തന്നെ വാദം കേൾക്കും. വിദേശത്തു നിന്നെത്തുന്ന യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ടെത്തിയ 13-അംഗ ക്രിമിനൽ സംഘത്തെ കരിപ്പൂർ വിമാനത്താവള പരിസരത്തു നിന്ന് പോലീസ് പിടികൂടി. പ്രതികൾ സഞ്ചരിച്ച 2 ഇന്നോവ കാറുകളും 1 സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. പിടിയിലായവരിൽ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും കർണാടക സ്വദേശികളും ഉൾപ്പെടുന്നു. പോലീസിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് തുറന്നെഴുതി മുൻ DGP A ഹേമചന്ദ്രൻ. അധികാരത്തിന്റെ വഴി അനീതിയുടെയും എന്ന പുസ്തകം ബുധനാഴ്ച പ്രകാശിതമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പ്രകാശനം ചെയ്യുക. പോലീസ് കള്ളക്കേസിൽ കുരുക്കിയ നെടുമങ്ങാട് ബിന്ദുവിന് ആദ്യ കോപ്പി നൽകിയാണ് പ്രകാശനം.
പിണറായി വിജയനെ പരിഹസിച്ച ജി സുധാകരൻ കള്ളു വാങ്ങിക്കൊടുത്താൽ ആരെയും തെറി വിളിക്കുന്ന കോമാളിയെന്ന് CPM നേതാവ് H. സലാം. പിണറായിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും സുധാകരന് യോഗ്യതയില്ലെന്നും സലാം പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ ആടിനെ പട്ടിയാക്കുന്നെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. തൊടുന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് ശ്രമം. കേരളം ഇതുവരെ പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ഒരു നയാ പൈസ വാങ്ങിയിട്ടില്ലെന്നും വി. ശിവൻകുട്ടി പറഞ്ഞു. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച കേസിൽ പാലക്കാട് കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിന് ജാമ്യമില്ല. മണ്ണാർക്കാട് SC/ST കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരാതിരിക്കാൻ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവർക്ക് രഹസ്യവാസം ഏർപ്പെടുത്തി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന വിദഗ്ധരെ പരീക്ഷ കഴിയുന്നതുവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇവർ നിരീക്ഷണത്തിലാണ്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. CBSE മൂല്യനിർണ്ണയത്തിലെ പിഴവുകളുടെ പേരിൽ കേന്ദ്ര സർക്കാരിനും CBSEക്കും ഡൽഹി ഹൈക്കോടതിയുടെ നോട്ടീസ്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം ചോദ്യം ചെയ്ത് NSU നൽകിയ ഹർജിയിലുള്ള കേസ് ഈ മാസം 12-ന് പരിഗണിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ പിഴവ് എന്നീ വിഷയങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. പാർട്ടി നേതാവ് അഭിജിത് ദീപ്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നേരിട്ടെത്തി പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെ അതിശക്തമായ കാറ്റിലും മഴയിലും ഗ്രൗണ്ട് സപ്പോർട്ട് ഉപകരണങ്ങൾ തെന്നി നീങ്ങി വിമാനങ്ങളിൽ ഇടിച്ചു. 3 എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പ്രത്യേക ബ്ലോക്ക് ആയിരിക്കാൻ ലോക്സഭാ സ്പീക്കറെ കണ്ട് അനുമതി തേടുമെന്ന് തൃണമൂൽ കോൺഗ്രസിലെ വിമത MP-മാർ. ഇരുസഭകളിലുമായി 30 MP-മാർ ഉണ്ടാകുമെന്ന് വിമത ക്യാമ്പ് അവകാശപ്പെടുന്നു. തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവും രാജ്യസഭാ MP-യുമായ സുകേന്ദു ശേഖർ റോയ് പാർട്ടി അംഗത്വവും MP സ്ഥാനവും രാജിവെച്ചു. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ്. പാർലമെന്റിൽ അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമാണ് ക്ഷണമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ബംഗാളിൽ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് പൗരത്വമില്ലാത്ത 4800 പേരെ നാടുകടത്തി. 836 പേരെ അതിർത്തി ജില്ലകളിലെ തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം മരുന്ന് ഉൽപാദനത്തിനുള്ള ഘടകപദാർത്ഥങ്ങളുടെ ഇറക്കുമതി നിലച്ചതോടെ രാജ്യത്ത് അർബുദ രോഗികളുടെ ചികിത്സാ പ്രതിസന്ധിയിൽ. ജീവൻ രക്ഷാ കീമോതെറാപ്പി മരുന്നുകൾ പലതും കിട്ടാതായി എന്നാണ് വിവരം. ഇസ്രയേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായി. ഇസ്രയേലും തിരിച്ചടി ശക്തമാക്കി. ഇറാഖിന്റെ വ്യോമപാത 3 ദിവസത്തേക്ക് അടച്ചു. ഇറാന്റെ അവിവേകത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാനെ ചാരമാക്കുമെന്നും ഇസ്രായേൽ ഭീഷണി മുഴക്കി. സൗദി അറേബ്യയിലെ അൽ ഖർജ് പ്രവിശ്യയിൽ വ്യോമാക്രമണ ഭീഷണിയുണ്ടെന്ന് മുന്നറിയിപ്പ് സന്ദേശം. അടിയന്തര സാഹചര്യമുള്ളതിനാൽ പൊതുജനങ്ങൾ എത്രയും വേഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും സൗദി മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കയിൽ ടൂർണമെന്റിനെത്തുന്ന ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ ബേസ് ക്യാമ്പിനരികിൽ 2 വ്യത്യസ്ത വെടിവയ്പുകളിലായി 2 പേർ കൊല്ലപ്പെട്ടു. 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. US-ലെ കാൻസസ് സിറ്റിയിലാണ് സംഭവം. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് വമ്പൻ ജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യയുടെ വിജയം. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 564-നെതിരെ ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ ഒന്നാം ഇന്നിംഗ്സിൽ 152-ന് പുറത്തായി. ഫോളോ ഓൺ ചെയ്ത് രണ്ടാം ഇന്നിംഗ്സിൽ 112-ന് പുറത്താവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നേടിയ യുവ സ്പിന്നർ മാനവ് സുന്ദറാണ് തകർത്തതെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റെടുത്ത വാഷിംഗ്ടൺ സുന്ദറും 3 വിക്കറ്റെടുത്ത കുൽദീപ് യാദവുമാണ് അഫ്ഗാനെ തകർത്തെറിഞ്ഞത്. ഡാനിഷ് ഫുട്ബോൾ താരം ക്രിസ്ത്യൻ എറിക്സൺ കളിക്കളത്തിൽ വീണ്ടും കുഴഞ്ഞു വീണു.
ഞായറാഴ്ച നടന്ന ഡെൻമാർക്ക് യുക്രൈൻ സൗഹൃദ മത്സരത്തിനിടെയാണ് സംഭവം. മത്സരത്തിന്റെ 65-ാം മിനിറ്റിൽ നെഞ്ചിൽ കൈവച്ച് എറിക്സൺ ബോധരഹിതനായി വീഴുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.